പുരാണങ്ങളിൽ നാഗദേവതകൾക്ക് വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്നു. മഹാഭാരതത്തിൻ്റെ ആദിപർവത്തിൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ മരീചിയുടെയും അദ്ദേഹത്തിൻ്റെ പുത്രരായ കശ്യപനെക്കുറിച്ചും കശ്യപൻ്റെ പത്നിമാരായ കദ്രു, വിനീത, അവരുടെ സന്താനങ്ങൾ, തുടർന്നു വരുന്ന നാഗോൽപത്തി എന്നീ വിവരങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നു. കേരളത്തിൽ നാഗാരാധനയ്ക്ക് തുടക്കം കുറിച്ചത് പരശുരാമനാണെന്നാണ് പണ്ഡിതമതം. ഭൂമിയിലുള്ള സർപ്പങ്ങളുടെ ആധിക്യം മൂലം ഇവിടം വാസയോഗ്യമല്ലാതെയാവുകയും അതിൻ്റെ പരിഹാരം കാണുവാൻ പരശുരാമൻ അനന്തനെയും വാസുകിയെയും തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. പരശുരാമനോട് പ്രത്യക്ഷനായ നാഗദേവതകൾ അരുളി ചെയ്തത് സർപ്പങ്ങൾ ഭൂമിയുടെ രക്ഷകരാണെന്നും കാവൽക്കാരാണെന്നും അവർക്ക് ഉചിതമായ വാസസ്ഥലം നൽകി പൂജിച്ചാരാധിച്ച് കുടിയിരുത്തണമെന്നുമാണ്. അഹിഭൂമി എന്ന പഴമക്കാരും നാഗഭൂമി എന്ന് തമിഴ്നാട്ടുകാരും ഒരുപോലെ വിശേഷിപ്പിച്ചിരുന്ന കേരളത്തിലെ തറവാടുകളുടെ ഭാഗമായിരുന്ന സർപ്പക്കാവുകളിൽ അന്ത്യത്തിരി തെളിയിക്കൽ പതിവായിരുന്നു. നാഗദേവതകളെ വച്ചാരാധിച്ചാൽ അവർ മനുഷ്യരുടെ സംരക്ഷകരായി കുടികൊള്ളുമെന്നാണ് പറയുന്നത്. തന്ത്രശാസ്ത്രപരമായി പ്രത്യേകതയുണ്ട് നാഗങ്ങൾക്ക്. മൂലാധാര ചക്രത്തിലാണ് കുണ്ടലിനി ശക്തി കുടികൊള്ളുന്നത്. മൂലാധാരത്തിൽ 3.5 ചുറ്റായി പെൺപാമ്പിനെ പോലെ കുണ്ടലിനി ശക്തി കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. കേരളത്തിൽ നാഗങ്ങളെ പ്രത്യേക സ്ഥലത്ത് കുടിയിരുത്തി ആരാധിക്കുന്ന രീതിയാണ് നിലനിൽക്കുന്നത്. കാവുകളെന്ന് അറിയപ്പെടുന്ന അത്തരം സ്ഥലങ്ങളോടൊപ്പം ചിത്രകൂടം, കുളം എന്നിവയും സാധാരണയായി കാണുവാൻ സാധിക്കുന്നതാണ്. വിശ്വാസികൾ സർപ്പദോഷം വളരെ കടുത്ത ദോഷമായി കാണുന്നു. 14 തരം ശാപങ്ങളിൽ വെച്ച് ഏറ്റവും കഠിനമായത് സർപ്പശാപമാണ്. സർപ്പക്കാവിനും മുട്ടയ്ക്കും നാശം വരുത്തുക, കാവ് അശുദ്ധമാക്കുക, നാഗബിംബങ്ങൾ നശിപ്പിക്കുക, ആരാധന മുടക്കുക തുടങ്ങിയ കാര്യങ്ങൾ നാഗകോപത്തിന് ഇടയാക്കും. അത് രോഗം, ദാരിദ്ര്യം, സന്താനമില്ലായ്മ, അൽപായുസ് തുടങ്ങിയ വിപത്തുകളിൽ കലാശിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സർപ്പദോഷ നിവാരണാർത്ഥമായി സർപ്പംപാട്ട്, സർപ്പബലി, 100 പാലും നിവേദ്യം, അഭിഷേകങ്ങൾ തുടങ്ങിയ പൂജകൾ ദൈവജ്ഞന്മാർ നിർദ്ദേശിക്കുന്നു. ഗൃഹത്തിലും നാട്ടിലുമുണ്ടാകുന്ന ദോഷ നിവാരണത്തിനായി സർപ്പപ്പാട്ട് നടത്താറുണ്ട്. നാഗമാതാവായ കദ്രുവും വിനീതയുമാണ് നാഗാരാധനയിലെ പ്രധാന ദേവതകൾ. നാഗക്കളം എഴുതുന്നതിനു മുമ്പായി കളം കുറിക്കുന്നു. കന്നിമൂലയിൽ ത്രിസന്ധ്യയ്ക്ക് ഗണപതി പൂജ നടത്തിയതിനു ശേഷമാണ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്.
5 തരം പൊടികൾ ഉപയോഗിച്ച് അത് ഓരോന്നായി കണ്ണൻ ചിരട്ടയിൽ നിറച്ചാണ് കളമെഴുതുന്നത്. നാഗവണം കിഴക്കോട്ടായി എഴുതുകയും ഉടലിൽ നിന്നും വാലിലേക്ക് 2 നാഗങ്ങൾ പിഴഞ്ഞു കുടക്കുന്ന രീതിയിലുമാണ് കളമെഴുത്ത് നടത്തുന്നത്. കളമെഴുതിയ ശേഷം പുള്ളുവൻ പാട്ടിൻ്റെ മാസ്മരിക ഭക്തിലയ താളങ്ങളിൽ കുടത്തിൻ്റെയും പുള്ളുവ വീണയുടെയും ഇലത്താളത്തിൻ്റെയും അകമ്പടിയോടെ വ്രതം നട്ടയാൾ കാപ്പുകെട്ടി എഴുതിത്തീർന്ന കളത്തിലിരിക്കുന്നു. ചടങ്ങുകൾ മുറുകുന്നതോടെ കയ്യിൽ കരുതിയ കവിങ്ങിൻ പൂക്കുല കുലുക്കി ദൈവീക ഭാഗത്തിൽ പാട്ടിനൊത്ത് അലിഞ്ഞാടും. പാട്ടിൻ്റെ ഉച്ചസ്ഥായിയിൽ നാഗങ്ങളെപ്പോലെ പൂക്കുല കൊണ്ട് കളം വാൽഭാഗത്തു നിന്നും മുകളിലേക്ക് മാറ്റുന്നു. പാട്ടിനൊത്ത് കളം മാച്ചെങ്കിൽ മാത്രമേ ഫലസിദ്ധിയുള്ളൂ എന്നും പറയപ്പെടുന്നു. ഗണപതി വന്ദനം, സർപ്പ ഉൽപ്പത്തി, അനന്തൻ, വാസുകിസ്തുതി, ഇങ്ങനെ പോകുന്നു പാട്ടിൻ്റെ രീതിയും ഇതിവൃത്തവും. കാവുകളിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ മാസവും ആയില്യം നാളിൽ നടക്കുന്ന ആയില്യം പൂജ വളരെ പ്രധാനമാണ്. ചതുരാകൃതിയിൽ കളം വരച്ച് 16 കളങ്ങളിലായി അരിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ കൊണ്ട് നിറം നൽകി ദേവസാന്നിധ്യം സങ്കല്പിച്ച് പൂജ നടത്തുന്നു. ലോകത്തിലെ ചൈന, ജപ്പാൻ, കംബോഡിയ, ജാവ, ഗ്രീസ്, അറേബ്യ തുടങ്ങി ഒട്ടനവധി രാജ്യങ്ങളിൽ നാഗപൂജ നടത്തിവരുന്നു. കാശ്മീരിലെ അനന്തനാഗ്, നാഗാലാൻഡിലെ ജാപ്പാഖോങ്, രാജസ്ഥാനിലെ നൗഗർ, തമിഴ്നാട്ടിലെ നാഗർകോവിൽ, കുംഭകോണത്തെ നാഗനാഥ ക്ഷേത്രം തുടങ്ങിയ നാഗക്ഷേത്രങ്ങളും കേരളത്തിലെ തിരുവനന്തപുരത്ത്
ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള വൈഷ്ണവ നാഗക്ഷേത്രമായ അനന്തൻകാട് നാഗരാജക്ഷേത്രം, ശൈവ നാഗക്ഷേത്രങ്ങളായ ആലപ്പുഴയിലെ ഹരിപ്പാടുള്ള മണ്ണാറശാല നാഗരാജക്ഷേത്രം, കായംകുളത്തെ വെട്ടിക്കോട്ട് ശ്രീ നാഗരാജക്ഷേത്രം, തൃശ്ശൂരിലെ പാമ്പുമ്മേക്കാട്ട് തുടങ്ങി എറണാകുളം ജില്ലയിലെ ആമേട എന്നീ നാഗക്ഷേത്രങ്ങൾ സുപ്രസിദ്ധമാണ്. അനവധി രാജ്യങ്ങളിൽ നാഗാരാധന നിലനിന്നിരുന്നതായി അന്താരാഷ്ട്ര ഗവേഷകരും വിലയിരുത്തുന്നു. നാഗങ്ങൾ ഭൂമിയുടെ അധിപരാണെന്നും രക്ഷകരാണെന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ്. നാഗാരാധന മതത്തിൻ്റെ പരിധിയിലല്ല നിലനിൽക്കുന്നത്, അത് ഒരു രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. മതങ്ങളുടെ അതിരുകൾക്കപ്പുറം പടർന്നു കിടക്കുന്ന ദൃഢമായ ഒരു വിശ്വാസമാണ്. Kadru